ഇഞ്ചെക്റ്റബിൾസ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഭയങ്കര ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന സംഭവമാണ്. ഒരുപാട് ഡോക്ടേഴ്സ് ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം സൈഡ് എഫക്ട്സ് ഇല്ലാത്ത കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഇഞ്ചെക്റ്റബിൾസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇഞ്ചെക്റ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റിറോയിഡാണ്. വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്ത് പോകുന്ന സംഭവമാണ് സ്റ്റിറോയിഡ്സ്. സ്റ്റിറോയിഡ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുട്ടിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ജോയിൻറ്റിൻ്റെ അകത്തേക്ക് അത് എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കണ്ടുകൊടുക്കും. പിന്നെ ഒരു 6 months to 1 year വരെ പല ആൾക്കാർക്കും അതിൻ്റെ റിസൾട്ട് ഫീൽ ചെയ്യും. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മുടെ പഴയ സ്റ്റഡീസും വല്ലതും കാണിക്കുന്നത് വെച്ചാൽ അത് മുട്ടിൻ്റെ അകത്തേക്കുള്ള ഡീജനറേഷൻ അത് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. പേഷ്യൻസിന് പെയിൻ ഫീൽ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ തേയ്മാനം കുറയുക അല്ലെങ്കിൽ മുട്ടിൻ്റെ അകത്തുള്ള ഡാമേജ് കുറയുകയോ ചെയ്തിട്ടില്ല. പകരം ആ ഡാമേജ് പേഷ്യൻ്റ് അറിയാതെ പോകാണ് ഉണ്ടാവുന്നത്. പിന്നെ ഉള്ള നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലറോണിക് ആസിഡാണ്. ഞാൻ എല്ലാ ഇഞ്ചെക്റ്റബിൾസിലേക്കും പോകുന്നില്ല, മേജറായിട്ട് യൂസ് ചെയ്ത് പോകുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് വരുന്നുള്ളൂ. ഈ ഹൈലറോണിക് ആസിഡിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിറോയിഡിൻ്റെ കുറച്ച് സൈഡ് എഫക്ട്സ് ഒക്കെ ഹൈലറോണിക് ആസിഡിന് കുറവാണ്. അതായത് ഇതൊരു ലൂബ്രിക്കൻ്റ് ആണ്. ഒരു പരിധി വരെ കുറച്ച് ഇനേർട്ടായിട്ടിരിക്കും, മുട്ടിൻ്റെ അകത്ത് വലിയ ഡാമേജുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഈ സ്റ്റിറോയിഡ് പെയിൻ കുറയ്ക്കുന്ന അത്ര പെയിൻ കുറയ്ക്കാനുള്ള കപ്പാസിറ്റി ഹൈലറോണിക് ആസിഡിന് പലപ്പോഴും കിട്ടാറില്ല. കാരണം അത് ലൂബ്രിക്കേഷനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മുടെ സൈനോവിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ അകത്തുള്ള ഒരുതരം ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ ഒരു അംശമാണ് നമ്മൾ ഹൈലറോണിക് ആസിഡിൽ കൂടെ അവിടെ എത്തിക്കുന്നത്. പക്ഷേ അതിന് നമുക്ക് ഒരു പരിധി കൂടുതലുള്ള റിസൾട്ട് ഒന്നും കിട്ടില്ല. ഒരു 6 months വരെയൊക്കെ പോകുള്ളൂ. പിന്നെ വന്നതാണ് നമ്മുടെ PRP, സ്റ്റെം സെൽസ് അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ. അപ്പോൾ അതിലൊന്നാണ് PRP, അതിലൊന്നാണ് സ്റ്റെം സെൽസ്. ഇപ്പോൾ വന്നിട്ടുള്ള മീസെൻകൈമൽ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യും. ഇനി മുട്ടിൻ്റെ ഉള്ളിലേക്കുള്ള ഇഞ്ചെക്റ്റബിൾസ് അതിൻ്റെ സ്റ്റേജ് കഴിഞ്ഞിട്ട് ചെയ്താലും നമ്മൾ 3-4 ഗ്രേഡൊക്കെ ആയിട്ട് നമ്മൾ ഇതിന് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഡിവൈഡ് ചെയ്ത സ്റ്റേജിൽ ആദ്യത്തെ 2-3 സ്റ്റേജിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഇഞ്ചെക്റ്റബിൾസിന് നല്ല റിസൾട്ട് വരും. പക്ഷെ ചില പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ കാലിന് നല്ല വളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റേജിൽ ചിലപ്പോൾ ചെയ്തിട്ട് 1ഉം 2ഉം സ്റ്റേജിൽ ചെയ്യുന്ന പേഷ്യൻസിൻ്റെ അത്ര റിസൾട്ട് വരില്ല. അഗെയിൻ ആ പേഷ്യൻസ് അത്ര ഹാപ്പി ആവണമെന്നില്ല. ആ പേഷ്യൻസ് ആയിരിക്കും പറയാം ഇഞ്ചക്ഷൻ ചെയ്തിട്ടും നമുക്ക് കുറവില്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ സ്റ്റേജ് മനസ്സിലാക്കി ആ സ്റ്റേജിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് സെലക്ട് ചെയ്യുക.